വൈകുന്നേരങ്ങൾ മിക്കവാറും ഞാനും കിച്ചുവും കല്ലുവും കൂടെ ഈ ഗാർഡനൊക്കെ വൃത്തിയാക്കലാണ് കേട്ടോ ഞങ്ങളുടെ ജോലി. മെയിനായിട്ടും ഈ ബേബി മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കൊച്ചു കൊച്ചു പുല്ലുകളൊക്കെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും കിച്ചുവും കൂടെ അതൊക്കെ പറിച്ച് തൂത്തുവാരി വൃത്തിയാക്കിയിടാമെന്ന് കരുതി. കല്ലു ഞങ്ങളുടെ പുറകെ നടന്ന് ഒന്നും സഹായിക്കത്തില്ലെങ്കിലും പൂവൊക്കെ പറിച്ച് കളയാനാണ് അവളുടെ സ്ഥിരം പരിപാടി. ഞാനവനെ വഴക്കിടും കേട്ടോ. അപ്പോൾ കിച്ചു പറയും, അവൾക്ക് അറിയാൻ പറഞ്ഞിട്ടല്ലേ അമ്മേ, അവൾക്ക് ഒന്നും അറിയില്ലല്ലോ, ഒരു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് എന്നെ വഴക്കിടും അവളെ വഴക്കിടുന്നതൊന്നും അവന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവൻ ഭയങ്കര അണ്ണൻകളിയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്നാലും ഞാനതൊക്കെ ഒത്തിരി ആസ്വദിക്കുകയും പിള്ളേർ തമ്മിൽ ആ ഒരു സ്നേഹമൊക്കെ നല്ല സഹായമാണ് കേട്ടോ കിച്ചു എനിക്ക്. ഞാനും കിച്ചുവും കൂടെ പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എന്നിട്ട് നനച്ച് കഴിയുമ്പോൾ ഈ ചെടിയൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഈ കല്ലിലെല്ലാം വെള്ളമെല്ലാം വീണ് കുതിരുന്ന ആ കല്ലെല്ലാം ഇങ്ങനെ കറുത്ത് നിറത്തി കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കേട്ടോ. ചെടികളെ ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിന് ഈ ചെടീനെയൊക്കെ പരിപാലിച്ച് ഇവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് അതിനകത്ത് നിന്ന് കാണുന്ന പുതിയ പുതിയ മൊട്ടുകളും ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ എന്ത് ചെയ്താലും എനിക്ക് കിട്ടത്തില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കല്ലുവും കിച്ചും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. കല്ലുവിന് ഒത്തിരി ഇഷ്ടമൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ കളിക്കുന്നതൊക്കെ. പക്ഷെ അവൾ ഈ പൂക്കളൊക്കെ പറിച്ച് കളയും. അതവളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഞാനും കിച്ചുവും കല്ലുവും കൂടെ ഇതെല്ലാം വൃത്തിയാക്കി. മീൻകുളത്തിൽ കുറേ ഇലയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വാരിക്കളഞ്ഞ് പൂക്കളൊക്കെ ഒന്ന് റെഡിയാക്കി. ചില കട്ടിങ്സൊക്കെ കളയണമായിരുന്നു. ചില പൂക്കളൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളയണമായിരുന്നു. പിന്നെ നിറയെ ചെടിച്ചട്ടിയിലതൊക്കെ അവിടെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളയണമായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഒരു സമാധാനം. ഇത് കണ്ടോ, ഈ മുള്ളുള്ള ഈ ഒരു ചെടിയില്ലേ, ഞങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി പേര് ഇത് പറിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. ഒരു ടൈമായപ്പോൾ ഞാൻ ആ സമയത്ത് കളഞ്ഞെങ്കിലും പിന്നീട് കളഞ്ഞിടത്തു നിന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് പല വീടുകളിൽ നട്ടതാണ് കേട്ടോ. എൻ്റെ വീട്ടിലിത് പല വെറൈറ്റി ഉണ്ടായിരുന്നേ. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ മഴയുടെ ടൈമിൽ അതൊക്കെ എടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഇറമ്പത്ത് വയ്ക്കും. ഇല്ലെങ്കിൽ ഇത് ചീഞ്ഞ് പോകും കേട്ടോ. ഒരു പൂക്കളൊരു പ്രത്യേക രസമാണ്. ഒത്തിരി ദിവസം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും ആ പൂക്കൾ. ഞാനിതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ അടത്തി കൊടുക്കും പൂക്കൾ വരാൻ തുടങ്ങുമ്പോൾ. നമ്മൾ ഇല എടുത്ത് കളയുന്നിടത്തു നിന്നും പൂക്കൾ ഇഷ്ടം പോലെ വരും. ഇത് കുറേ എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ തെങ്ങിൻ ചോടൊക്കെ വൃത്തിയാക്കി പിന്നെ വെച്ച് നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. തെങ്ങിൻ ചോട് മൊത്തം അതാകുമെന്ന് എൻ്റെയൊക്കെ ഇലച്ചെടികൾ നിറയെ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കല്ല് കണ്ടോ ബഹളം കഴിഞ്ഞോ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇനി ബാക്കി നാളെ പറയാവേ.